ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഫൈനാൻഷ്യൽ ആപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് അതിന് ഇൻക്ലൂഡ് ആവുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആപ്പ്, പേയ്മെന്റ് ആപ്പുകൾ, ബാങ്കിങ് ആപ്പുകൾ എല്ലാ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഇഷ്ടംപോലെ ആപ്പുകളുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം നമ്മളിതിൽ ഇൻക്ലൂഡ് ആണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്വറീസ് വരാറുണ്ട്. ഏതൊക്കെ ആപ്പുകളാണ് ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ആപ്പുകളാണ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കമന്റ് വരാറുണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സംഭവത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. ഫുള്ള് വീഡിയോ കാണാൻ മറക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് സംഭവം കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ സർട്ടിഫിക്കേഷനും ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ IT സെക്ടറിൽ നമുക്ക് എന്താ പറയുക ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കാണിക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി എടുത്തേക്കുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ NSIM സർട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ SEBI കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ. അതിപ്പോൾ എനിക്ക് റീസെൻ്റ്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാണാനൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ആകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GSH പോലെ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എന്തായാലും എൻ്റെ ഫോണിൽ കാണിച്ചു തരാം ഏതൊക്കെ ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഹോം പേജ് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഹോം പേജ്. ഞാൻ സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. അപ്പോൾ എൻ്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ANQ നിങ്ങൾക്ക് അറിയാം. ANQ ക്രെഡിറ്റ് കാർഡൊക്കെ ഇല്ലേ? ഞാൻ ANQവിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ANQവിൻ്റെ X കാർഡ് എന്ന സാധനം ഉപയോഗിക്കുന്നുണ്ട്. അതായത് പ്രീപെയ്ഡ് കാർഡ്. നമുക്കത് കൂടെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഡിജിറ്റൽ ഗോൾഡോ അല്ലെങ്കിൽ ബിറ്റ് കോയിനായിട്ട് തിരിച്ചു കിട്ടും റിവാർഡ്. അപ്പോൾ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്, അല്ലെങ്കിൽ നല്ലൊരു റിവാർഡ് പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ സംഭവം. രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണുന്നതായിരിക്കും Amex ആണ്. Amex ആയിരിക്കും അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പാണ്. അപ്പോൾ ഞാൻ 3 അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് 2 ക്രെഡിറ്റ് കാർഡും ഒരു ചാർജ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. 3ാമത്തെ ആപ്പ് എന്ന് പറയുന്നത് സ്മോൾ കേസ് ആണ്. സ്മോൾ കേസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പാണ്. അതായത് നമുക്ക് ഒരു ബക്കറ്റ്സ് ഓഫ് സ്റ്റോക്സുകൾ ഇവർ തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അതിനെന്താ പറയുക, നമുക്കിപ്പോൾ സ്പെസിഫൈഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോക്സിനെ കുറിച്ചൊരു വിവരമില്ല, അങ്ങനത്തെ ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇതിൽ ഏതെങ്കിലും ഒരു ബക്കറ്റ്സ് ഓഫ് സ്റ്റോക്സ് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് ടേമിന് നല്ല റിസൾട്ടും ഇതേവരെ ചാർജും കാര്യങ്ങളൊക്കെ പിടിക്കും, എന്നാലും കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഞാൻ അതിൽ ആക്ച്വലി ഇക്വിറ്റി ആൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മന്ത്ലി 400 രൂപ റേഞ്ചൊക്കെ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയുക പേര് എന്തായിരുന്നു, ഓൾ വെതർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് കാണാനില്ല ഇപ്പോൾ. അങ്ങനത്തെ ഒരു സാധനം ഇത് നമ്മുടെ വിൻഡ്മിൽ ക്യാപിറ്റലൊക്കെയാണ് ഇതിൻ്റെ മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ്. നിങ്ങൾക്ക് സ്റ്റോക്സിനെ കുറിച്ച് വലിയ പിടിപാടും സംഭവമൊന്നും ഇല്ലാത്തവരാണ് നിങ്ങൾക്ക്. പക്ഷേ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ബെസ്റ്റ് വൺ ഓഫ് ദ ആപ്പാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം. 4ാമത്തെ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് ആപ്പാണ്. ഇത് ഞാൻ മെയിൻലി പേയ്മെൻറ്റിനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സിന് കേട്ടോ. UPI പേയ്മെൻറ്റ്സ് ഞാൻ ഇപ്പോൾ ഇതിലൂടെ നിർത്തി. ഞാൻ സെപ്പറേറ്റ് വേറെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ വേറെ പറയാം. അപ്പോൾ ക്രെഡിറ്റിൻ്റെ എല്ലാത്തിനും ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടെ കാണാം, പിന്നെ പ്ലേ സ്റ്റോറാണ്, ഞാൻ പറയുന്നില്ല. 5ാമത്തെ എന്ന് പറയുന്നത് IND മണിയാണ്. IND മണിയിൽ ഞാൻ US സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിങ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടും ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്കറിയാം ഏത് ആപ്പിൽ കൂടെ ചെയ്താലും നമുക്ക് എല്ലാ ആപ്പിലും റിട്രീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ആപ്പുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് നമ്മുടെ IND മണി. അതിൽ പക്ഷേ ഞാൻ ഇന്ത്യൻ സ്റ്റോക്സും ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ മണിയാണ്. UPI ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ആപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അടുത്തത് ഗ്രോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പാണ്. അതിന് ഞാൻ അത്യാവശ്യം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഉപയോഗിക്കുന്നതാണ്. ETF-ഉം കുറച്ച് ഇന്ത്യൻ സ്റ്റോക്സിനും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് ഏഞ്ചൽ വൺ ആപ്പ്. ഏഞ്ചൽ വണ്ണും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏഞ്ചൽ വൺ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏഞ്ചൽ വൺ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അവർക്ക് ഇവിടെ എന്താ പറയുക ഡയറക്റ്റ് ഓഫീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താ പറയുക ഒരു കസ്റ്റമർ സപ്പോർട്ട്, ഓഫ്ലൈൻ സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ വൺ റെക്കമെൻഡ് ആണ്, അല്ലെങ്കിൽ IND മണി. അപ്പോൾ IND മണിയുടെ എന്തായാലും റഫറൽ പ്രോഗ്രാം അവർ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിങ്ക് കൊടുക്കുന്നില്ല. ഏഞ്ചൽ വൺ ഞാൻ കൊടുക്കാട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ AU ബാങ്കിൻ്റെ ആപ്പ്. അത് നിങ്ങൾക്കറിയായിരിക്കും, 0 ബാലൻസ് അക്കൗണ്ടാണ് എൻ്റെ. പിന്നെ ആക്സിസ് ഓപ്പൺ, അത് എൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനുള്ളതാണ്. എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നതാണ് നമ്മുടെ BOB കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ BOB കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡുകളുടെ ആപ്പാണ്. പിന്നെ വരുന്നത് നമ്മുടെ കരാറ്റ് ലൈൻ നിങ്ങൾക്കറിയായിരിക്കും, അതൊരു ജ്വല്ലറി ആപ്പാണ്. പക്ഷേ അതിൽ നമുക്ക് വേണമെങ്കിൽ EMI SIP തുടങ്ങുന്ന പോലെ തന്നെ അതിൽ ഗോൾഡിനും വേണമെങ്കിൽ തുടങ്ങാൻ പറ്റും. നമുക്കതൊരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വേണമെങ്കിൽ ഡിജിറ്റൽ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ സംഭവമാണ്. അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ
പിന്നെ GPay, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. പിന്നെ ഈ ഗുല്ലക്ക് എന്ന് പറഞ്ഞ ആപ്പ്, ഈ സാധനം ഇത് ഡിജിറ്റൽ ഗോൾഡിന് ഉപയോഗിക്കുന്നതാണ് ഞാൻ. പക്ഷേ ഇതെങ്ങനെ സംഭവം വെച്ചാൽ നിങ്ങൾക്ക് ആയിരിക്കും ഡിജിറ്റൽ ഗോൾഡ് ഇന്ത്യയിൽ റെഗുലേറ്റഡ് ഒന്നല്ല. ഇപ്പോൾ ആപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, നമ്മുടെ ക്രിപ്റ്റോ ഒക്കെ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ജാർ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഗുല്ലക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഈസിയാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, കറക്റ്റായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ജാറുടെ കടയ്ക്ക് റിഡംഷനൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഭയങ്കര കംപ്ലയിൻസ് ആണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുല്ലക്കിന് എന്താ ഗുണമെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നോർമലി ഒരു 1 ഇയറിന് ഇതുപോലെ വലിയ ഇൻവെസ്റ്റ് ചെയ്യും ഡിജിറ്റൽ ഗോൾഡായിട്ട്. പിന്നെ 1 ഇയർ കഴിയുമ്പോൾ അത് ആ സാധനം എടുത്തിട്ട് അത് ഫിസിക്കൽ ഗോൾഡാക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ആപ്പിൽ കൂടെ തന്നെ ഫിസിക്കൽ ഗോൾഡാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കോയിൻസോ അല്ലെങ്കിൽ ബാർ ആക്കിയിട്ട് നമുക്ക് മാറ്റാം. അതാണ് ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ഒരു ആപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലോങ് ടേമിന് വെക്കുന്നത് കുറച്ച് റിസ്ക് ആണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെ അല്ല, റെഗുലേറ്റർ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാൻ കാരണമുണ്ട്. അപ്പോൾ ഗുല്ലക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ iMobile ആണ്. അത് നിങ്ങൾക്കായിരിക്കും ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പാണ്. പിന്നെ വരുന്നത് ഇൻക്രെഡ് മണി. അത് ഞങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയറുകളുണ്ടല്ലോ, അത് വാങ്ങിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഇൻക്രെഡ് മണി. ഞാൻ അൺലിസ്റ്റഡ് ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അങ്ങനെ റെക്കമെൻഡൊന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ കുറച്ച് റിസ്കി പരിപാടിയാണ്. എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് അതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ 6 മാസത്തേക്ക് സെയിൽ ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പോയിന്റ്സും ടേംസ് ആൻഡ് കണ്ടീഷൻസും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡും ചെയ്യുന്നില്ല. പിന്നെ ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വരുന്നത് ഇന്ത്യ ആപ്പാണ്. അത് നമുക്കറിയാം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ എൻ്റെ 0 ബാലൻസ് അക്കൗണ്ട്, ഡിലൈറ്റ് അക്കൗണ്ടിൻ്റെയാണ്. പിന്നെ ND മണിയുടെ ആപ്പാണ്, ഓൾറെഡി പറഞ്ഞു. പിന്നെ വരുന്നത് ഐറിസ് എന്ന് പറഞ്ഞാൽ യെസ് ബാങ്കിൻ്റെ ആപ്പാണ്, യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെയാണ്. പിന്നെ കോട്ടക് ബാങ്കിൻ്റെയാണ്, കോട്ടക് ബാങ്ക് 0 ബാലൻസ് അക്കൗണ്ടിൻ്റെയാണ്. പിന്നെ വരുന്നത് എന്താ മഡ്രെക്സ് പറയുന്നത് നമ്മുടെ ക്രിപ്റ്റോ, ഞാൻ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന ആപ്പാണ് മഡ്രെക്സ് കേട്ടോ. ഓൾറെഡി പറയാറുണ്ട്. ഇതിനൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വൺ കാർഡ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിയോയുടെ കാർഡ് ഞാൻ അക്കൗണ്ടാണ്, അത് നിയോയുടെ കാർഡ് ഞാൻ ക്ലോസ് ചെയ്ത് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. DCB ബാങ്കിൻ്റെ അക്കൗണ്ടാണ് വരിക, 0 ബാലൻസ് അക്കൗണ്ട്. കാർഡിന് ചാർജ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാർഡ് ഡിസേബിൾ ചെയ്തു. പിന്നെ വൺ സ്കോർ ഉപയോഗിക്കുന്നുണ്ട്, അതായത് നമ്മുടെ സ്കോർ ചെക്ക് ചെയ്യാനുള്ളത്, ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ പേസാപ്പ്, നമ്മുടെ നിങ്ങൾക്കറിയാം പേസാപ്പ് ആപ്പ്. പിന്നെ നമുക്ക് ഫോൺ പേ ഉപയോഗിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറിയിരിക്കുന്നതാണ്. പിന്നെ RBL ബാങ്കിൻ്റെ മൈ കാർഡ്, അതും നിങ്ങൾക്ക് അറിയാം. RBL കാർഡ് ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ടുള്ളതാണ്. SBI കാർഡിൻ്റെ ആപ്പ്, SBI കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനുള്ളതാണ്. SIB മിറർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബാങ്കിൻ്റെ ആപ്പിൻ്റെ ആപ്പാണ്. സ്മോൾ കേസ് ഞാൻ പറഞ്ഞു, സൂപ്പർ മണി പറഞ്ഞു. പിന്നെ ടാറ്റ ന്യൂ നമ്മൾ ടാറ്റ ന്യൂ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സാംസങ് വാലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് സംഭവമൊക്കെ ഫോൺ ത്രൂവാണ്. ഇപ്പോൾ എന്താ പറയുക, കാർഡൊന്നും കൊണ്ടെടുക്കാറില്ല, ജസ്റ്റ് ഫോൺ ടാപ്പ് ആൻഡ് പേ ആണ് ഇപ്പോൾ നമ്മൾ ഫുൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സാംസങ് വാലറ്റ് ഇപ്പോൾ കുറേ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ പിന്നൊന്നുമില്ല, അതന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഫൈനാൻഷ്യൽ ആപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്പുകളിലും, ഈ പറഞ്ഞ ആപ്പുകളിലും എല്ലാത്തിനും ഞാൻ റെഫറലിങ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ മറക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോൾ വന്നാണ് അടുത്ത വീഡിയോ കാണാം.